ഹലോ. അങ്ങനെ കുറെ പ്രാവശ്യം റെക്കോർഡ് ചെയ്ത ഫ്ലോപ്പ് വീഡിയോകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മളിപ്പം കേരള ഫിനാൻസ് കോർപ്പറേഷൻ എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC വരാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 ബ്ലാ 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 എക്സാംസ് ആണ്. സോ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു മൊഡ്യൂളുകളിൽ നിങ്ങൾ സിലബസ് പഴയത് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം ആ മൊഡ്യൂളുകളിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ആദ്യം തന്നെ കൺസെപ്റ്റും പ്രിൻസിപ്പിൾസും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Meaning of financial accounting. Financial accounting is the branch of accounting concerned with recording, classifying, summarizing, and reporting financial transactions of a business. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പൈസ കൊണ്ട് അളക്കാൻ പറ്റുന്ന മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതുപോലെ റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. ഇതിനായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിന്റെയൊക്കെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ. ഇനി ഇത് എന്തിനാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. ഒരു കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കമ്പനി അവരുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വളരെ പ്രോഫിറ്റബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ മുന്നിൽ പറയും. പക്ഷെ ശരിക്കും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ള ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു വ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇനി അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ്. ഈ കൺസെപ്റ്റുകൾ ഒരുപാട് എക്സാമുകൾക്ക് വന്നിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. നമുക്കെല്ലാം ഞാനിതെല്ലാം വളരെ ക്യാപ്സ്യൂൾ രൂപത്തിലായിട്ടാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് PDF ചോദിക്കേണ്ട, കാരണം ഇത് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ കൂടെ എഴുതിയെടുക്കണം. കാരണം PDF ഉണ്ടെങ്കിൽ PDF ഉണ്ടല്ലോ, ഇനിയിപ്പോ ഇത് എഴുതിയെടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട, കേട്ടിരുന്നാ മതി എന്ന് വിചാരിക്കും. ഞാനും അങ്ങനെ പണ്ട് വിചാരിച്ച് വീഡിയോസ് കണ്ടിരുന്ന ഒരാളാണ്. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ചിലപ്പോ ചില ടോപ്പിക്കുകളൊക്കെ ഞാൻ ചെറുതായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് വേണം തോന്നുകയാണെങ്കിൽ റെഫർ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ PSCക്ക് പഠിക്കുക. അല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്ത് പോവരുത്. പല പല കണ്ടന്റുകള് നമുക്കിപ്പോ എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടന്റ് കിട്ടാം, അല്ലെ? അതുപോലെ പല സ്ഥലത്തുനിന്നും പഠിക്കുക. ഓക്കെ, എന്റെ യൂട്യൂബ് ചാനൽ മാത്രം പോകരുത്. ഇത് ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. നാളെ ഞാൻ ഇതുപോലൊരു ഗവൺമെന്റ് പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നു 10 കൊല്ലം മുന്നേ ചെയ്തിരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു റെക്കോർഡിങ്ങിന് വേണ്ടി ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും എന്റെ വീഡിയോ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. ഓക്കെ ഓക്കെ, നമുക്കിനി കൺസെപ്റ്റിലോട്ട് പറഞ്ഞു പറഞ്ഞ ഇവിടെ എത്തി. ആദ്യത്തെ കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് ഇസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. വായിച്ചാൽ തന്നെ മനസ്സിലാവും, ബിസിനസ്സും ഓണറും വേറെ വേറെയാണ്. അതായത് ബിസിനസ്സും ചിലപ്പം പൈസ ഇറക്കുന്നത് ഓണർ ആയിരിക്കാം, പക്ഷെ ബിസിനസ്സിന് ഓണർ പൈസ തരികയാണ് എന്ന് വെച്ച് അത് ബിസിനസിന്റെ അസറ്റ് അല്ല. ബിസിനസ്സിന് പൈസ കിട്ടിയെന്ന് വിചാരിച്ച് ബിസിനസ്സിന് അത് ഓണർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം. അപ്പൊ അത് ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കൂട്ടുക. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫ്രം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ, നോട്ട് ദ ഓണർ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അതായത് ഓണർ ക്യാപിറ്റൽ വെച്ചിട്ടാണല്ലോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ അസറ്റ് അല്ല, ലയബിലിറ്റി ആണ്. അത് ഭാവിയിൽ
ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്നത് ബിസിനസ്സും കമ്പനിയും കമ്പനിയും ഓണറും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റി ആണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്. അതായത് പൈസയായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ, ഗുഡ് റെപ്യൂട്ടേഷൻ ഓഫ് മാനേജർ നോട്ട് റെക്കോർഡഡ് ബട്ട് ഹിസ് സാലറി ഈസ്. ഒരു മാനേജറുടെ റെപ്യൂട്ടേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, പക്ഷെ അയാളുടെ സാലറി റെക്കോർഡ് ചെയ്യും. പൈസ കൊണ്ട് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അസ്യൂംസ് ബിസിനസ് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. അതായത് ഒരു ബിസിനസ് നമ്മൾ ഇന്നിപ്പോ തുടങ്ങി അടുത്ത ആഴ്ച നിർത്താം എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ബിസിനസ് റൺ ചെയ്യണം എന്നുള്ള രീതിക്ക് മാത്രമാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുള്ളൂ. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. അസറ്റ്സ് റെക്കോർഡഡ് അറ്റ് പർച്ചേസ് പ്രൈസ് നോട്ട് കറന്റ് മാർക്കറ്റ് പ്രൈസ്. കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങി എന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയ വിലക്കാണ് നമ്മളത് അക്കൗണ്ടിങ്ങിൽ എഴുതുക, അല്ലാതെ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിനല്ല. ഇപ്പൊ സപ്പോസ് നമ്മളൊരു 5 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ വാങ്ങി, പക്ഷെ നമ്മളത് 4 ലക്ഷം രൂപയ്ക്കാണ് കിട്ടിയത് നമുക്ക്. പക്ഷെ അതിന്റെ മാർക്കറ്റ് പ്രൈസ് 5 ലക്ഷമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ 4 ലക്ഷം രൂപയ്ക്കാണ് അത് എഴുതുള്ളൂ, അല്ലാതെ മാർക്കറ്റ് പ്രൈസ് 5 വെച്ചിട്ട് നമ്മൾ 5 എഴുതില്ല. അപ്പോ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് ബോട്ട് അറ്റ് 10 lakh ഇസ് റെക്കോർഡഡ് അറ്റ് ദാറ്റ് വാല്യൂ ഈവൻ ഇഫ് വർത്ത് 50 lakh ടുഡേ. ഇന്ന് അതിന് 50 ലക്ഷം ആണെങ്കിലും നമ്മൾ വാങ്ങിയ വില 10 ലക്ഷം ആണെങ്കിൽ അതിനെ എഴുതുള്ളൂ. അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്. ബേസിസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മെഷീൻ വാങ്ങി. അപ്പോ ആദ്യം നമ്മൾ കാശ് നമ്മുടെ നിന്ന് പോയി, അതുപോലെ മെഷീൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് 2 ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ആ എമൗണ്ടും അതിന് വർത്തായിട്ടുള്ള മെഷീന് കിട്ടുകയും ചെയ്തു, ആ എമൗണ്ട് പോവുകയും ചെയ്തു. സോ നമ്മളുടെ ഇതിൽ രണ്ടും ഈക്വൽ ആയി, 2 സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അടുത്തതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. ലൈഫ് ഓഫ് ബിസിനസ് ഇസ് ഡിവൈഡഡ് ഇൻടു ഈക്വൽ ഇന്റർവെൽസ് ടു മെഷറബിൾ പെർഫോമൻസ്. അതായത് നമ്മൾ എല്ലാ ഇയറിലുമാണ് അക്കൗണ്ടിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് ഓരോ ഇയർ വൈസ് ആണ്. നോർമലി ഇയർ വൈസ് ആണ്, പക്ഷെ പല കമ്പനികളിലും മന്ത്ലി ക്വാർട്ടർലി ഒക്കെ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ച് ഇൻ ഇന്ത്യ. ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയുള്ള ടൈമാണ് ഫിനാൻഷ്യൽ ഇയർ. ചിലര് കലണ്ടർ ഇയറും കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് നോർമൽ ജാനുവരി ടു ഡിസംബർ ആണ് കലണ്ടർ ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മാച്ചിങ് കൺസെപ്റ്റ്. എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഓഫ് ദ സെയിം പീരിയഡ്. ഇത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റുമായിട്ട് മാച്ചിങ് ആണ്. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് എക്സ്പെൻസസ് ഷുഡ് ബി matched with revenues of the same period. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ ചാർജ്ഡ് അഗെയിൻസ്റ്റ് റവന്യൂ ഏൺഡ് യൂസിങ് ഇറ്റ്. അതായത് നമ്മൾ ഒരു റവന്യൂ, ഒരു മെഷീന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. അതായത് നമ്മളൊരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുമ്പോൾ വരുന്ന തേയ്മാനം വരെ നമ്മൾ ആ യൂസ് ചെയ്യുന്നതിന്റെ ഒരു പൈസ, അതായത് നമ്മൾ സാധനം ഉപയോഗിക്കുമ്പോൾ അത് നാശമാവും. അത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നാശമാവുന്നത്. അപ്പൊ ആ ഉപയോഗിക്കുന്നതിന്റെ ടൈമും അതുപോലെ അതിനനുസരിച്ചുള്ള അതിന്റെ ഡിപ്രീസിയേഷനും നമ്മൾ ഒരേപോലെ മാച്ച് ചെയ്ത് പോയിട്ട് കുറയ്ക്കുന്നുണ്ട് ആ ഒരു മെഷീന്റെ പ്രൈസ്. അടുത്തതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നേഷൻ. ഈ റവന്യൂ റെക്കഗ്നേഷനും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റും ഒക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. Revenue is recognized when right to receive income is established.
നോട്ട് വെൻ ക്യാഷ് ഇസ് റിസീവ്ഡ്. നമുക്ക് എവിടുന്നെങ്കിലും ബിസിനസ്സിൽ ഒരു ഇൻകം കിട്ടാനുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണോ അത് കിട്ടാനുള്ളത്, അത് കിട്ടാനുള്ളതായിട്ട് ഉറപ്പിച്ചു കഴിയുമ്പോഴാണ്, അല്ലാതെ ക്യാഷ് കിട്ടി കഴിയുമ്പോഴല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം വിറ്റപ്പോ നമുക്ക് മനസ്സിലായി നമുക്ക് ക്യാഷ് കിട്ടുന്നു. പക്ഷെ ചിലപ്പോ അത് നമ്മൾ കടത്തിലായിരിക്കും വിറ്റിട്ടുണ്ടാവുക, കാശ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ നമ്മൾ എപ്പോഴാണോ വിൽക്കുന്നത് ആ ഒരു ഡേറ്റ് വെച്ചിട്ട് അന്നായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് അക്രൂവൽ കൺസെപ്റ്റ്. റെക്കോർഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ഇസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ഈ റിയലൈസേഷൻ കൺസെപ്റ്റിന്റെ പോലെ തന്നെയാണ് നമുക്ക് ഇൻകോ എക്സ്പെൻസോ എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ചെലവാകുന്നത് അപ്പോഴാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ അത് ക്യാഷ് കിട്ടുമ്പോഴോ ക്യാഷ് ചെലവാകുമ്പോഴോ അല്ല. ഓക്കെ. അടുത്തത് കൺസർവേറ്റിസം പ്രൊഡക്ട്സ്. ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ഫോർ ഓൾ, പ്രൊവൈഡ് ഫോർ ഓൾ ലോസസ്. നമ്മൾ ഒരിക്കലും ഭാവിയിൽ വന്നേക്കാവുന്ന ലാഭത്തിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യരുത്. പക്ഷെ ഭാവിയിൽ നഷ്ടം വന്നേക്കാം എന്ന് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ നഷ്ടത്തിനെ റെക്കോർഡ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് ആ നഷ്ടത്തിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മളുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൾസ് ആണ്. ഇതെല്ലാം ഏകദേശം പലതും മാച്ചിങ് ആണ് കേട്ടോ. ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. റവന്യൂ റെക്കഗ്നീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, റെക്കഗ്നൈസ് ഇൻകം വെൻ ഏൺഡ്, നോട്ട് ഓൺ റെസിപ്റ്റ്. ഹിസ്റ്റോറിക്കൽ പോസ്റ്റ് ഞാൻ പറഞ്ഞു, അസറ്റ് റെക്കോർഡഡ് അറ്റ് അക്വിസിഷൻ പോസ്റ്റ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങുന്നത് അതിന് വേണം അസറ്റ് റെക്കോർഡ് ചെയ്യാൻ. പിന്നെ മാച്ചിങ് പ്രിൻസിപ്പിൾ, മാച്ച് എക്സ്പെൻസസ് വിത്ത് റിലേറ്റഡ് റവന്യൂസ്. നമുക്ക് എക്സ്പെൻസസും റവന്യൂസും ഒരേപോലെ വേണം, മാച്ച് ചെയ്തുകൊണ്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. പിന്നെ ഫുൾ ഡിസ്ക്ലോഷർ ഇത് പറഞ്ഞിട്ടില്ല, അത് അതിൽ വന്നിട്ടില്ല. ഓൾ റെലവെന്റ് ഫാക്ട്സ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലൊന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ടുകളും ഡിസ്ക്ലോസ് ചെയ്യണം. അടുത്തതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പല മെത്തേഡുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താ പറയാ, ഡിപ്രീസിയേഷൻ, രണ്ട് ടൈപ്പ് ഡിപ്രീസിയേഷൻ, ഡിമിനിഷിങ് അല്ലാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിലൊക്കെ. അപ്പോ ഒരു മെത്തേഡ് തന്നെ എല്ലാ പ്രാവശ്യവും മാക്സിമം ഉപയോഗിക്കുക. വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് വരാത്ത മെത്തേഡ്സുകളൊക്കെ ആണെങ്കിൽ അത് തന്നെ എപ്പോഴും ഉപയോഗിക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ടിങ് മെത്തേഡ്സ് മാറ്റാതിരിക്കുക. അടുത്തത് കൺസർവേറ്റിസം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റെക്കോർഡ് പ്രോബബിൾ ലോസസ് ബട്ട് നോട്ട് അൺറിയലൈസ്ഡ് ഗെയിൻസ്. ലാഭം നമുക്ക് ഒരിക്കലും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യരുത്, എന്നാൽ ലോസ് വേണമെങ്കിൽ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. അടുത്തത് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സിഗ്നിഫിക്കന്റ് ഐറ്റംസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്, ട്രിവിയൽ ഐറ്റംസ് ക്യാൻ ബി ഇഗ്നോർഡ്. അതായത് നമുക്ക് മെറ്റീരിയൽ ഫാക്ട് ഉള്ള സാധനങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ ഒരു പേന വാങ്ങി, പെൻസിൽ വാങ്ങി, സ്കെയിൽ വാങ്ങി, ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാതെ സ്റ്റേഷനറി വാങ്ങി എന്ന് പറഞ്ഞ് ഒറ്റൊരു ഐറ്റം ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അടുത്തത് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ ആണ്. ട്രാൻസാക്ഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ എവിഡൻസ്, ബിൽസ്, വൗച്ചേഴ്സ്. ട്രാൻസാക്ഷൻ ഇപ്പം ഒരു മെഷീൻ വാങ്ങി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസും അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പം മെഷീൻ വാങ്ങി ബില്ലോ അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇതിന് വെരിഫയബിൾ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ തോന്നും. നമുക്ക് ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുമ്പോഴും കാണുമ്പോഴും ഒക്കെ ബോറടിക്കും. സോ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് കൊമേഴ്സ് ക്രാക്കർ. ബൈ.